താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികളും SSLC പരീക്ഷ എഴുതി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലാണ് പ്രത്യേക സൗകര്യമൊരുക്കിയത്. മറ്റുള്ള കുട്ടികൾക്കും കുറ്റം ചെയ്യാൻ പ്രചോദനം നൽകുന്ന നടപടിയാണിതെന്ന് ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജുവനൈൽ ഹോമിലേക്ക് മാർച്ച് നടത്തി. വ്യാപക പ്രതിഷേധങ്ങൾക്കിടെയാണ് ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികളായ 5 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഇവരെ പാർപ്പിച്ച കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവൈനൽ ഹോമിലേക്ക് KSU ആണ് ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. ഇവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ MSF പ്രവർത്തകരുമെത്തി. ഇടവേളകളിൽ ഒന്നിന് പിറകെ ഒന്നായി യൂത്ത് കോൺഗ്രസ്, MSF, KSU പ്രവർത്തകർ പലതവണ പ്രതിഷേധിച്ചു. ചിലർ മതിൽ ചാടിക്കടന്ന് ജുവൈൽ ഹോമിനകത്ത് കയറി. പ്രതിഷേധക്കാരെ മുഴുവൻ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നു. ഇവരെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിക്കുന്നതിൽ സുരക്ഷാ പ്രശ്നമടക്കം വിലയിരുത്തിയാണ് വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിൽ തന്നെ പരീക്ഷയ്ക്കായി പ്രത്യേകം സൗകര്യമൊരുക്കിയത്. പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു. ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഈ ഗവൺമെന്റ്. അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യം വളരെ വിഷമം. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഷഹബാസിന്റെ കുടുംബത്തെ സന്ദർശിച്ചു. DDE മനോജ് കുമാർ, AEO വിനോദ് എന്നിവരടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് വീട്ടിലെത്തിയത്. പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നിലപാട്. SSLC പരീക്ഷ നടക്കുന്ന വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് സാധ്യത. മീഡിയ 1 കോഴിക്കോട്.